ഹലോ നമസ്കാരം, ഞാൻ രമേഷ് പി നായർ. മെട്രോ ലാൻഡ് റിയൽറ്റേഴ്സ് ആൻഡ് ഹോം കെയറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏതൊരാളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സ്വപ്നമാണ് സ്വന്തമായി ഒരു വീട് അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് എന്നുള്ളത്. അത് എല്ലാവർക്കും യാഥാർത്ഥ്യമാകുന്നതിന് ഞങ്ങളും ഒരു നിമിത്തമാകട്ടെ. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എറണാകുളം ജില്ലയിൽ നെടുമ്പാശ്ശേരി എയർപോർട്ടിന് വളരെ അടുത്തായി വളരെ മനോഹരമായി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഒരു 10 അപ്പാർട്ട്മെൻറ്റുകളാണ്. മെയിൻ റോഡിൽ നിന്ന് ഡയറക്റ്റ് ഇൻറ്റേർണൽ റോഡ് കൊടുത്ത് ടൈലുകൾ ചെയ്ത് വളരെ മനോഹരമാക്കിയിട്ടുള്ള ഒരു പടിപ്പരയും കൊടുത്ത് ഭംഗിയാക്കിയിട്ടുള്ള ഒരു അപ്പാർട്ട്മെൻറ്റ് സമുച്ചയമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ അപ്പാർട്ട്മെൻറ്റുകളുടെ മെയിൻ ജലസ്രോതസ് വെൽ വാട്ടർ തന്നെയാണ്. ഏതൊരു കാലാവസ്ഥയിലും വറ്റാത്ത ശുദ്ധജലം കിട്ടുന്ന ഒരു കിണറാണ് നമുക്ക് ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ മുൻഭാഗത്തായി ഇവിടെ കൊടുത്തിട്ടുള്ളത്. 25 സെൻറ്റ് സ്ഥലത്ത് 1326 സ്ക്വയർ ഫീറ്റിൽ 2 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോട് കൂടി 6 അപ്പാർട്ട്മെൻറ്റുകളാണ് ഇവിടെ പണി പൂർത്തീകരിച്ചിട്ടുള്ളത്. 4 അപ്പാർട്ട്മെൻറ്റുകളുടെ വർക്കുകൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഗ്രൗണ്ട്, ഫസ്റ്റ്, സെക്കൻഡ് എന്നിങ്ങനെയാണ് ഇവിടെ അപ്പാർട്ട്മെൻറ്റുകൾ പണിതുയർത്തിയിരിക്കുന്നത്. ഈ അപ്പാർട്ട്മെൻറ്റുകളാണ് ഇപ്പോൾ പണി പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. എല്ലാ വർക്കുകളും പൂർത്തീകരിച്ചിട്ടുള്ള 6 അപ്പാർട്ട്മെൻറ്റുകളാണ് ഈ ബിൽഡിങ്ങിനകത്തുള്ളത്. മെയിൻ ബസ് റൂട്ട് സൈഡിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. എല്ലാവിധ വാഹനങ്ങളും ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ മുന്നിലൂടെ കടന്നു പോകുന്നതാണ്. എറണാകുളം ജില്ലയിലും തൃശ്ശൂർ ജില്ലയിലേക്കും വളരെ എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന രീതിയിലാണ് ഈ പ്രോപ്പർട്ടിയുടെ മുന്നിലൂടെയുള്ള റോഡ് ആക്സസ് കടന്നു പോകുന്നത്. 1326 സ്ക്വയർ ഫീറ്റുള്ള ഒരു അപ്പാർട്ട്മെൻറ്റ് നമുക്കൊന്ന് അകത്ത് കയറി കാണാം. ഈ തേക്കിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു സിംഗിൾ ഡോറാണ് മുൻഭാഗത്തായി കൊടുത്തിട്ടുള്ളത്. ഫ്ലാറ്റിനകത്തേക്ക് പ്രവേശിക്കാം. ഇവിടെയാണ് ലിവിങ് സ്പേസിൻ്റെ ഏരിയ. വിശാലമായ ഒരു ലിവിങ് സ്പേസാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഈ ലിവിങ് സ്പേസിൻ്റെ മുകൾ ഭാഗത്തായി സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് LED ലൈറ്റുകൾ കൊടുത്ത് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട്. BLDC മോഡലിലുള്ള ഫാനുകളാണ് എല്ലാ റൂമുകളിലും സെറ്റ് ചെയ്തിട്ടുള്ളത്. ഡൈനിങ്ങും ഒരു ഫാമിലി ലിവിങ് ഏരിയയുമാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഇവിടെയായി വിശാലമായ ഒരു TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. മുകളിൽ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് വളരെ ഭംഗിയാക്കിയിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഇവിടെയാണ് വാഷ് ഏരിയയുടെ സ്ഥാനം. ഡൈനിങ് ഏരിയയുടെ ഈ ഭാഗത്തു നിന്ന് ഒരു എൻട്രൻസ് ബാൽക്കണിയിലേക്ക് കൊടുത്തിട്ടുണ്ട്. വിശാലമായ ഒരു ബാൽക്കണി ഏരിയയാണ് നമുക്കിവിടെ കിട്ടുന്നത്. കിച്ചണിൽ നിന്നും നമുക്ക് ഇതുപോലെ തന്നെ ഒരു എൻട്രൻസ് ഇവിടേക്ക് കിട്ടുന്നുണ്ട്. ഇവിടെയാണ് വാഷിംഗ് മെഷീൻ വയ്ക്കുന്നതിന് പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള പോയിൻറ്റുകൾ. അത്യാവശ്യം തുണികൾ വിരിക്കുന്നതിനും മറ്റും നമുക്ക് ഇവിടെ ഒരു സ്പേസ് ലഭ്യമാണ്. ഈ ഫ്ലാറ്റിൻ്റെ 1ാമത്തെ ബെഡ്റൂമിലേക്ക് കടക്കാം. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഈ ഭാഗത്തായി ഒരു വാൾഡ്രോബ് കൊടുത്തിട്ടുണ്ട്. നിറയെ സ്റ്റോറേജ് ഏരിയ ഈ വാൾഡ്രോബിലുണ്ട്. കൂടാതെ മുകളിൽ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് ഫാൻ ഫിറ്റിങ്സ് എല്ലാം ചെയ്തിട്ടുള്ള ഒരു ബെഡ്റൂമാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഈ ബെഡ്റൂമിൻ്റെ വാഷ്റൂമിൻ്റെ സ്ഥാനം ഇവിടെയാണ്. ലേറ്റസ്റ്റ് മോഡലിലുള്ള വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ബാത്റൂം ഫിറ്റിങ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതാണ് 2ാമത്തെ ബെഡ്റൂമിൻ്റെ സ്ഥാനം. ഇവിടെയും അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് നമുക്കിവിടെ കിട്ടുന്നത്. മുകളിൽ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കിയിട്ടുള്ളതും എല്ലാ ബെഡ്റൂമുകളിലും ഫാൻ ഫിറ്റിങ്സും കൊടുത്തിട്ടുള്ളതുമാണ്. ഇവിടെയാണ് വാഷ്റൂമിൻ്റെ സ്ഥാനം. ബാത്റൂം ഫിറ്റിങ്സുകളെല്ലാം തന്നെ വളരെ ക്വാളിറ്റി ഉള്ളതും കോസ്റ്റ്ലി ആയിട്ടുള്ളതുമാണ് ഇവിടെ പിടിപ്പിച്ചിട്ടുള്ളത്. ഈ ഫ്ലാറ്റിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു ഏരിയയാണ് കിച്ചൺ.
വളരെ ഭംഗിയുള്ള ഒരു കിച്ചണാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. നിറയെ കബോർഡ് വർക്കുകളെല്ലാം ചെയ്ത് നിറയെ സ്റ്റോറേജ് ഏരിയ കൊടുത്ത് മുകളിലും താഴെയുമായി ധാരാളം സ്റ്റോറേജ് ഏരിയ നമുക്ക് ഈ കിച്ചണിൽ ലഭിക്കുന്നു. കിച്ചൺ ടോപ്പായി ഗ്രാനൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെയാണ് സിങ്കിൻ്റെ സ്ഥാനം. കൂടാതെ ഈ ഭാഗത്തായി ഒരു സെക്കൻഡ് കിച്ചണും കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഒരു സിങ്ക് കൊടുത്ത് കിച്ചൺ ടോപ്പ് ഗ്രാനൈറ്റിൽ കൊടുത്ത് സ്റ്റോറേജ് ഏരിയ കൊടുത്ത് മനോഹരമാക്കിയിട്ടുള്ള ഒരു കിച്ചണാണ് നമുക്കിവിടെ കിട്ടുന്നത്. കിച്ചണിൽ നിന്ന് ഒരു എൻട്രൻസ്, ഒരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. വിശാലമായ ഒരു വരാന്തയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഈ വരാന്തയിൽ നിന്ന് വെളിയിലേക്ക് നോക്കിയാൽ വളരെ മനോഹരമായൊരു കാഴ്ചയാണ്. പച്ചപ്പും ഹരിതാപവും നിറഞ്ഞ വീടുകളും പ്രകൃതിയും ആസ്വദിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു ബാൽക്കണി ഏരിയയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഈ അപ്പാർട്ട്മെൻറ്റിലെ ഫസ്റ്റ് ഫ്ലോറിലുള്ള ഒരു അപ്പാർട്ട്മെൻറ്റാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ 2 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും ഒരു ലിവിങ് ഏരിയയും ഒരു ഡൈനിങ് ഏരിയയും ഒരു കിച്ചണും ഒരു വർക്ക് ഏരിയയും ബാൽക്കണിയും എല്ലാം അടങ്ങുന്ന അതിമനോഹരമായ ഒരു സെമി ഫർണിഷ്ഡ് അപ്പാർട്ട്മെൻറ്റാണിത്. ഈ അപ്പാർട്ട്മെൻറ്റിന് ഉടമ ചോദിക്കുന്ന വില 49 ലക്ഷം രൂപയാണ്. 1326 സ്ക്വയർ ഫീറ്റാണ് ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ സ്ക്വയർ ഫീറ്റ് വരുന്നത്. എറണാകുളം ജില്ലയുടെ എല്ലാ ഭാഗങ്ങളിലേക്കും നഗരഹൃദയത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും അതിവേഗം എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരു ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. സിറ്റി ലൈഫിൽ നിന്നുകൊണ്ട് തന്നെ ഒരു ഗ്രാമാന്തരീക്ഷത്തിൽ നല്ല അയൽക്കാരോടൊപ്പമുള്ള ഒരു സൗഹൃദം ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുയോജ്യമായ ഒരു പ്രോപ്പർട്ടി കൂടിയാണ് ഇത്. നഗരത്തിലെ കോൺക്രീറ്റ് കാടുകളിൽ നിന്നും പച്ചപ്പിൻ്റെ തുരുത്തുകൾ തേടുന്നവർക്കായി ഒരു ഗ്രാമാന്തരീക്ഷത്തിൽ ഒരു അപ്പാർട്ട്മെൻറ്റ് വളരെ ശാന്തതയോടുകൂടി ഇത് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ്. നെടുമ്പാശ്ശേരി എയർപോർട്ടിനെ വളരെ അടുത്തായി വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അപ്പാർട്ട്മെൻറ്റാണിത്. വിദേശത്തുള്ളവർക്ക് നാട്ടിൽ വരുമ്പോൾ അത്യാവശ്യം താമസത്തിനും റെൻറ്റിന് കൊടുക്കുന്നതിനും വളരെ അനുയോജ്യമായ ഒരു പ്രോപ്പർട്ടി കൂടിയാണ് ഇത്. വളരെ ശാന്തമായ ഒരു ചുറ്റുപാടിലും മാലിന്യമുക്തമായ ഒരു അന്തരീക്ഷത്തിലും പ്രളയം ബാധിക്കാത്ത ഒരു ഏരിയയിലുമാണ് ഈ അപ്പാർട്ട്മെൻറ്റ് സ്ഥിതി ചെയ്യുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ആംബിയൻസാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് വെറും 5 മിനിറ്റിനുള്ളിൽ എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരു ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. ആലുവ മെട്രോ സ്റ്റേഷനിലേക്ക് ഈ പ്രോപ്പർട്ടിയിൽ നിന്നും വെറും 7 കിലോമീറ്ററും, അങ്കമാലി റെയിൽവേ സ്റ്റേഷനിലേക്ക് 6.5 കിലോമീറ്ററും, അത്താണി ജംഗ്ഷനിലേക്ക് 1.5 കിലോമീറ്ററും, കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് 6.5 കിലോമീറ്ററുമാണ് ഈ ഫ്ലാറ്റിൽ നിന്നുള്ള ദൂരം. 25 സെൻറ്റ് സ്ഥലത്ത് 10 അപ്പാർട്ട്മെൻറ്റുകൾ ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. വേണമെങ്കിൽ നമുക്ക് ഒരു സെക്യൂരിറ്റിയെ നിയമിക്കാവുന്നതാണ്. CCTV ക്യാമറ സെറ്റ് ചെയ്യാവുന്നതാണ്. ഈ 10 വീട്ടുകാർക്ക് മാത്രം കയറി വരാവുന്ന ഒരു കോമ്പൗണ്ടാണ് ഇതിനകത്തുള്ളത്. മാർക്കറ്റ്, സ്കൂൾ, ഹോസ്പിറ്റൽ, ആരാധനാലയങ്ങൾ, ബാങ്ക് എന്നീ എല്ലാവിധ സൗകര്യങ്ങളും ഈ പ്രോപ്പർട്ടിയുടെ തൊട്ടടുത്തായി തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഈ അപ്പാർട്ട്മെൻറ്റുകൾക്ക് ഉടമ ചോദിക്കുന്ന വില ഗ്രൗണ്ട് ഫ്ലോറിന് 50 ലക്ഷം രൂപയും ഫസ്റ്റ് ഫ്ലോറിന് 49 ലക്ഷം രൂപയും സെക്കൻഡ് ഫ്ലോറിന് 48 ലക്ഷം രൂപയുമാണ് ഉടമ ചോദിക്കുന്ന വില. വില നെഗോഷ്യബിളാണ്. എല്ലാ അപ്പാർട്ട്മെൻറ്റുകൾക്കും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് പ്രത്യേക ഏരിയ കൊടുക്കുന്നതാണ്. കയ്യിലൊതുങ്ങുന്ന ബഡ്ജറ്റിൽ, അതും നെടുമ്പാശ്ശേരിയിൽ, ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഈ അപ്പാർട്ട്മെൻറ്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ്. എറണാകുളം ജില്ലയിൽ നെടുമ്പാശ്ശേരി എയർപോർട്ടിന് വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഈ അപ്പാർട്ട്മെൻറ്റ് സമുച്ചയത്തിൽ 1326 സ്ക്വയർ ഫീറ്റിൽ 2 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോടുകൂടി വളരെ മനോഹരമായി നിർമ്മിച്ചിട്ടുള്ള ഈ പുതുപുത്തൻ അപ്പാർട്ട്മെൻറ്റിന് ഉടമ ചോദിക്കുന്ന വില 49 ലക്ഷം രൂപയാണ്. വില സ്ലൈറ്റ്ലി നെഗോഷ്യബിളാണ്.
ഈ മനോഹരമായ ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഈ അപ്പാർട്ട്മെൻറ്റ് നിങ്ങൾക്കും സ്വന്തമാക്കാവുന്നതാണ്. നിങ്ങൾ യൂട്യൂബ് ചാനലിൽ കയറി മെട്രോ ലാൻഡ് റിയൽറ്റേഴ്സ് ആൻഡ് ഹോം കെയർ എന്ന് ടൈപ്പ് ചെയ്യുക. അവിടെ വില കുറഞ്ഞതും ബഡ്ജറ്റ് ഫ്രണ്ട്ലിയുമായിട്ടുള്ള നിരവധി വീഡിയോകൾ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. തീർച്ചയായും നിങ്ങൾക്കോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ഈ ചാനൽ ഉപകാരപ്പെടും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് മറ്റൊരു ഫ്ലാറ്റോ വീടോ കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടിയോ ആണ് വേണ്ടതെങ്കിൽ, നിങ്ങളുടെ മറ്റേതെങ്കിലും ഒരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കായി ഉണ്ടെങ്കിൽ, ഇതുപോലെ ചിത്രീകരിച്ച് ഞങ്ങളുടെ ചാനലിൽ ആഡ് കൊടുക്കുന്നതിന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ നമ്പറിൽ വിളിക്കാവുന്നതാണ്. മറ്റൊരു പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ വീഡിയോയും മുഴുവനായി കാണുക. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും OLX-ലും ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കാതിരിക്കുക. നമസ്കാരം.